ഓം ശ്രീമാത്രേ നമഃ. ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂരവീടികാമോദ സമാകർഷദ്ദിഗന്ധര. ദേവി കർപ്പൂരവീടിക ചവച്ചുകൊണ്ടിരിക്കുകയാണ്. കർപ്പൂരവീടിക ഒരു പ്രത്യേക തരത്തിലുള്ള വീടികയാണ്. പല മരുന്നുകളും പച്ചമരുന്നുകളും ഒക്കെ ചേർത്തിട്ട് ചതച്ചുണ്ടാക്കുന്നതാണ് ഈ കർപ്പൂരവീടിക. നേരിട്ട് മുറുക്കുന്നതല്ല. അത് പല മരുന്നുകളുടെ കൂട്ടവും അതിനൊരു പ്രത്യേക ശാസ്ത്രവും വിധിവിധാനവുമുണ്ട്. അപ്പോൾ ദേവിയുടെ വായിൽ നിന്ന് മുറുക്കുമ്പോഴുണ്ടാകുന്ന സുഗന്ധം ആസ്വദിക്കാൻ ദിക്പാലകന്മാരെല്ലാം ദേവിയുടെ ചുറ്റും വന്നു നിൽക്കുകയാണ്. ദേവിയുടെ മുറുക്കലിനൊരു പ്രത്യേകതയുണ്ട്. ദേവി മുറുക്കി തുപ്പുന്നത് ആർക്കെങ്കിലും കിട്ടിയാൽ അവർ മഹാകവികളാകും. ദേവി മുറുക്കി തുപ്പുന്നതും ചുവപ്പാണ്. പൂജാസമയത്ത് താമ്പൂലാദികളെ ഉപയോഗിക്കുന്നത് നമുക്കിവിടെ ഒന്ന് ഓർക്കാം. ഈ കർപ്പൂരവീടിക സേവിക്കുന്നതിന് യോഗശാസ്ത്രത്തിൽ പ്രത്യേക പരാമർശമുണ്ട്. ശരീരാന്തർഗതമായി കിടക്കുന്ന കുണ്ടലിനി ശക്തി അഥവാ ദേവി ഉയർന്നു മുകളിലേക്ക് പോകാൻ ഒരു പ്രത്യേക ശരീര താപനില അനിവാര്യമാണ്. ആ താപത്തെ നിലനിർത്തുവാൻ വേണ്ടിയാണ് ഇവിടെ ദേവി മുറുക്കുന്നത്. ആ രണ്ടുപേരെ നമുക്കൊന്നുകൂടി നോക്കാം. ശുദ്ധവിദ്യയുടെ മുളകളാകുന്ന രണ്ടുവരി പല്ലുകളാൽ വിളങ്ങുന്നവൾ. ഈ ശുദ്ധവിദ്യയാകുന്ന അങ്കുരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ രണ്ടാമതൊന്നു ജനിക്കണം. രണ്ടാമത് ജനിക്കുമ്പോഴാണ് ഈ ശുദ്ധവിദ്യയുടെ അങ്കുരം ഉണ്ടാകുന്നത്. രണ്ടാമത് ജനിക്കണമെങ്കിൽ എന്തു വേണം? ആധ്യാത്മിക മാർഗത്തിലേക്ക് പുനർജനിക്കണം. നമ്മൾ മെറ്റീരിയൽ വേൾഡിൽ നിന്ന് സ്പിരിച്വൽ വേൾഡിലേക്ക് കടക്കണം. സ്പിരിച്വൽ വേൾഡിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മുടെ ബോധതലത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ മാറ്റമാണ് ദേവിയുടെ ദന്തപംക്തികൾ. രണ്ടു വശത്തെയും പല്ലിൻ്റെ നിറം അതിന് വെളുപ്പ് നിറമാണ്. വെളുപ്പ് നിറത്തിൽ നിന്നാണ് എല്ലാം ഉദ്ഭവിക്കുന്നത്. ഈ ശുദ്ധവിദ്യയിലൂടെ മാത്രമേ ദേവിയുടെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ശുദ്ധവിദ്യയെ പല്ലുകളോട് ഉപമിച്ചിരിക്കുന്നു. ഇനി വെളുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ചുമപ്പ് പറയണം. അടുത്ത നാമത്തിൽ ചുമപ്പ് പറയുകയാണ്. കർപ്പൂരവീടികാമോദ സമാകർഷദ്ദിഗന്ധര. മുറുക്കി കഴിയുമ്പോൾ ഈ വെളുത്ത നിറത്തിലുള്ള പല്ലുകൾ ചുമപ്പ് നിറത്തിലാകും. അപ്പോൾ വെളുപ്പ് ചുമപ്പായി തീർന്നു. വെളുപ്പ് ശിവാവസ്ഥയും ചുമപ്പ് ശക്തി അവസ്ഥയും. ശ്രീ ലളിതാ പരമേശ്വരി നമ്മെ എല്ലാ